ഹലോ ഹായ്. ഗോതമ്പ് പൊടിയും കൊണ്ടൊരു പഴയകാല പലഹാരം ഉണ്ടാക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് തേങ്ങയും ഉപ്പും വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അത് കൈകുത്തിയപ്പം എന്ന് ഞങ്ങൾ പറയും. ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരുടെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ് ചപ്പാത്തി. പണ്ടൊക്കെ കൈകുത്തിയപ്പം എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെറൈറ്റി ആയി പുഷ് ചപ്പാത്തി ആയിട്ടോ. ടീൻച്ചൻ്റെ അമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു പലഹാരമാണ് ഇത് കേട്ടോ. അതിന് സൈഡായിട്ട് അന്ന് കാലത്ത് ഉണ്ടാക്കുന്ന ഒരു പരിപ്പ് കറിയും ഉണ്ട്. പച്ചപ്പരിപ്പ് എന്നാണ് പറയുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മാത്രം ഒരു സിമ്പിൾ ഡിഷാണ് ആ പരിപ്പ് കറി. ഈ കൈകുത്തിയപ്പവും പരിപ്പ് കറിയും ഞങ്ങളുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമായിരുന്നു കേട്ടോ. ടീൻച്ചൻ്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് എപ്പോഴും. അപ്പോൾ അതിനുവേണ്ടി ഗോതമ്പ് മാവ് നന്നായിട്ട് കുഴച്ച്, ചപ്പാത്തിക്ക് കുഴക്കണേലും ഇത്തിരി ലൂസായിട്ട് വേണം കേട്ടോ കുഴക്കാൻ. ചിരകിയ തേങ്ങയും ഉപ്പിട്ട് കുഴച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകിയതും സിമ്പിളാണിത് കേട്ടോ. 2 പച്ചമുളക് എരിവുള്ളതായതുകൊണ്ട് 2 ഇട്ടുള്ള ഒരു സവാളയും മാത്രം ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പാകത്തിനാക്കി 2 വിസിൽ കേട്ടോ. അടുപ്പത്ത് 2 വിസിലടിച്ച് കഴിയുമ്പോൾ ഇറക്കി വയ്ക്കുക കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം. കൈകുത്തിയപ്പം കല്ല് ചൂടായി വരുമ്പോൾ അതിനകത്ത് ഇത്തിരി എണ്ണ തടവി കൊടുത്ത് വെള്ളം ഇത്തിരി വേണം. വെള്ളം കൈ കൊണ്ട് നനച്ചതിന് ശേഷം മാവെടുത്ത് കല്ലിൽ പരത്തി ചുടണേനെയാണ് കേട്ടോ. കൈ കൊണ്ടാണ് പരത്തി ചുടുന്നത്. അതാണ് കൈകുത്തിയപ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ പുഷ് ചപ്പാത്തി. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിന് ലാസ്റ്റിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. കഥയല്ല, നടന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് കൈകുത്തിയപ്പം ഉണ്ടാക്കാം. സിമ്പിളാണ്, രണ്ടും സിമ്പിളായിട്ടുള്ള ഡിഷാണ് കേട്ടോ. അങ്ങനെ അത് ചുട്ടെടുത്ത് തിരിച്ചും മറിച്ചും സാവധാനമാണ്. ഇന്ന് തീ കുറച്ചിട്ട് വേവിക്കാനേ പറ്റുള്ളൂ. കട്ടിയുള്ള കാരണം നമുക്ക് പതുക്കെ വേവിച്ചിടാം. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് വെന്തിറങ്ങി. അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ പച്ച പരിപ്പ് കറി റെഡിയായിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാന്റേഷനിലാണ്, ഞങ്ങൾ ലയങ്ങളിലാണ് താമസിച്ചിരുന്നതെന്നുള്ളത്. അപ്പം അന്ന് കാലത്ത് ഞങ്ങളുടെയൊക്കെ കാരണന്മാരൊക്കെ വന്ന കാലത്ത്, അതായത് പ്ലാന്റേഷൻ സ്ഥാപിതമായ കാലത്തൊക്കെ അവർ നാനാ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണല്ലോ. അപ്പോൾ അവരൊന്നും കൊണ്ടൊന്നല്ല വന്നത്, എല്ലാം ഇവിടെ വന്ന് ഉണ്ടാക്കിയതാണ് പിന്നീട് എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ അവരൊന്നും വന്നപ്പോൾ അവർക്കൊരു പാത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴാണ് ഈ ഗോതമ്പ് ദോശയും അതും അങ്ങനത്തെ സാധനങ്ങളാണല്ലോ അന്നൊക്കെ കിട്ടാനുള്ളൂ. കപ്പ അങ്ങനെയുള്ളതൊക്കെ അത് വേറെ ദൂരം വന്നൊക്കെ വാങ്ങിച്ചിട്ട് വേണം അവർക്കത് ഉണ്ടാക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, പാത്രങ്ങളുടെ ക്ഷാമം കൊണ്ട് ഇവർ ചെയ്യണ ഒരു പണിയാണ്. പറഞ്ഞു കേട്ടേക്കണ്ടാണ് ഞങ്ങളുടെ കാരണന്മാരൊക്കെ കണ്ടേക്കണതാണ്, അവർ അറിഞ്ഞേക്കണതുമാണ്. അതായത് ഈ രാവന്തിയോളം പണിയെടുത്ത് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ തൂമ്പ ഇട്ട് കിളച്ച് എടുക്കണ ആ തൂമ്പയുണ്ടല്ലോ, ആ തൂമ്പ കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതടുപ്പത്ത് വെച്ചാണ് ഇവർ ഇങ്ങനെ ദോശ വരത്തിയൊക്കെ കഴിച്ചിരുന്നതെന്ന്. അങ്ങനെ ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ അങ്ങനെ അതിൽ നിന്ന് പൊരുതി വന്നവരുമാണ്. അങ്ങനെ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അത് കട്ടൻ ചായക്കൊപ്പം നമുക്ക് കഴിക്കാം കേട്ടോ.